പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ പേരിലാണ് തീരുമാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെ വിക്ടറി ഡേ പരേഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അതിനിടെ മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും വിരമിച്ച IPS IFS ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേശക സമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചു. നിയന്ത്രണ രേഖയിലെ നിയമലംഘനങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യ കനത്ത മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാർ നടത്തിയ ചർച്ചയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും, വിനീത VG ഡൽഹിയിൽ നിന്നും, അച്യുതനും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഡൽഹിയിലെ ഇന്നത്തെ ബാക്ക് ടു ബാക്ക് ഡിസ്കഷൻസ്, അതിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നേരത്തെ നമ്മൾ ജാതി സെൻസസിന്റെ കാര്യം പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ, ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ഡൽഹിയിലെ ഈ പകൽ സാക്ഷ്യം വഹിച്ചത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഈ സേനയുടെ ഓരോ നീക്കവും നടക്കുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ, അതിന്റെ തീരുമാനങ്ങളെല്ലാം അത്തരം ആ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുമുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗമാണ് ചേർന്നിരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം ആ യോഗം നീണ്ടു നിന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക യോഗം, പിന്നീട് രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിനെല്ലാം പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷതയും വഹിച്ചത്. ഏറ്റവും പ്രധാനമായും ഇന്ന് ചേർന്ന യോഗം ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സൈനിക നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, ഇതിനോടകം തന്നെ സേനാ മേധാവികൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, അതനുസരിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ വിന്യാസം, സൈനിക നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന യോഗം വളരെ കൃത്യമായി തന്നെ വിലയിരുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ സൈനിക നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി ഉള്ളതായിരിക്കുമെന്ന് സേന തന്നെ വ്യക്തമാക്കിയതുമാണ്. ജമ്മു കാശ്മീരിന്റെ പല മേഖലകളിലേക്കും അടക്കം ഇപ്പോഴും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനെതിരെയൊക്കെ ശക്തമായ നീക്കം സൈനികരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഓപ്പറേഷനുകളുമായി ഞങ്ങൾ ഇതാ മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് എവിടെയാണ് നടക്കുന്നതെന്നോ അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളോ സുരക്ഷാ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം സേന തന്നെ വ്യക്തമാക്കിയതുമാണ്. നമ്മൾ ആ മിഷനിലേക്ക് എത്തിയിരിക്കുന്നു, അത് അധിക ദൂരമില്ല എന്ന് നാവിക സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തിരിച്ചടിക്കുള്ള എല്ലാ കോപ്പുകൂട്ടലും നടത്തുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നേരത്തെ പാകിസ്ഥാനൊക്കെ പറയുന്നത് പോലെ അവർക്ക് ലഭ്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ഒരു ശക്തമായ തിരിച്ചടി നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ അധികം വൈകാതെ തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. വിജയകുമാർ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.